കുറച്ച് നാളുകളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഷാജിദ് ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. നേരത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഷാജിദ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. നേരത്തെ ഉണ്ടെങ്കിൽ അമ്മയായിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ശരിയാകും എന്നൊക്കെയുള്ള രീതിയിലുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളത്തേക്കുണ്ടെങ്കിൽ ഷാജിദയെ പറ്റിയുള്ള ഒരു കാര്യങ്ങളോ വിവരങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഷാജിദ് ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് താനുണ്ടെങ്കിൽ കുറച്ച് നാൾ കൂടെ ഡിപ്രഷനിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അതൊന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് തനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിന് കുറേ അധികം സമയം എടുത്ത്. എന്നായിരുന്നാലും അതിൽ നിന്ന് ഇപ്പോൾ കുറച്ചെങ്കിലും ഞാൻ വെളിയിൽ വന്നിട്ടുണ്ട്. നേരത്തെ അത് തനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ ഉണ്ടെങ്കിൽ പുതുതായിട്ട് നല്ല രീതിയിൽ തുടങ്ങാൻ വേണ്ടി പോവുക എന്നുള്ള രീതിയിലായിരുന്നു ഷാജിദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് വെളിയിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. ഇത് കണക്ക് പുതുതായിട്ട് എന്തോ ഒരു അടവുമായിട്ട് വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ കാശിൻ്റെ പരിപാടിയായിരിക്കും, അതല്ലാതെ വേറെ ഒന്നുമില്ല. നേരത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണക്ക് ഷാജിദ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അയൽവാസികളായിട്ടും അമ്മയായിട്ടും എല്ലാവരുമായിട്ട് പ്രശ്നങ്ങളാണ്. സ്കൂളിൽ വെച്ചിട്ടുള്ള മോനെ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബ്രേക്ക് എന്ന് പറഞ്ഞുള്ള രീതിയിൽ പോയിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്നത്. എന്തായിരുന്നാലും ശരി, ഇപ്പോൾ പുതുതായിട്ട് വന്ന് ഇനി ഇത് കണക്ക് പഴയ കണക്കത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ അത് നല്ലതായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.